നമസ്കാരം, വെൽക്കം ടു ദ ബോർഡം ക്ലബ്ബ്. ഇത് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡാണല്ലോ. അതുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. ഇൻട്രസ്റ്റിംഗ് മാത്രമല്ല, വളരെ റിലേറ്റബിൾ ആയിട്ടുള്ളൊരു വിഷയം കൂടിയാണ്. ലേൺ, റീലേൺ ആൻഡ് അൺലേൺ. ഇംഗ്ലീഷിലെ ഈ 3 വാക്കുകൾ നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഞാൻ വളരെ വൈകിയാണ് മനസ്സിലാക്കിയത്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താണ് ഈ ലേൺ? നമുക്കൊക്കെ അറിയുന്ന, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള, നമുക്ക് നമ്മുടെ കോമൺ യൂസേജിൽ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഈ ലേൺ. ലേൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയ കാര്യത്തെ, ഒരു അറിവാവാം, ഒരു സ്കില്ലാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വഭാവമാവാം, അതിനെ നമ്മൾ അക്വയർ ചെയ്യുന്നതിനെയാണ്, ആദ്യമായി അതിനെ അക്വയർ ചെയ്യുന്നതിനാണ്, സ്വീകരിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളുന്നതിനെയാണ് നമ്മൾ ലേൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഈ റീലേണും അൺലേണും? സ്വാഭാവികമായും റീലേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ, നമ്മൾ പണ്ടെങ്ങോ അറിഞ്ഞ ലേൺ ചെയ്ത കാര്യങ്ങളെ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് സാഹചര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വീണ്ടും ഇംപ്രവൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടായിരുന്നൊരു അറിവിനെ നമ്മൾ ഇംപ്രവൈസ് ചെയ്യുന്നതാണ് റീലേണിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് അൺലേൺ. അൺലേണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ അറിവും ആവശ്യമുള്ളതല്ല. നമ്മൾ വളരെ ചെറുപ്പത്തിലുണ്ടാക്കിയ ഒരു അറിവ് നമ്മളിപ്പോൾ വളർന്നു വന്നു കഴിയുമ്പോൾ നമുക്കത് ഒട്ടും പ്രസക്തമായിരിക്കില്ല, അല്ലെങ്കിൽ അത് ആ അറിവ് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല, ചിലപ്പോൾ ഒരു പക്ഷേ ദോഷമായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള അറിവുകളെ നമ്മൾ ബോധപൂർവം ഒഴിവാക്കുക, ആ പ്രോസസ്സിനെയാണ് അൺലേൺ എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ ഇതിലൂടെയൊക്കെ നമ്മളെല്ലാവരും കടന്നു വന്നിട്ടുണ്ടല്ലോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. അതെ, അത് തന്നെയാണ് ഞാനും പറഞ്ഞു തരുന്നത്. ബോധപൂർവം അല്ലെങ്കിലും ഈ 3 വാക്കുകളാണ് ഒരു മനുഷ്യൻ്റെ എവല്യൂഷൻ്റെ അടിസ്ഥാനം. നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുന്നൊരു കാര്യം, അത് നമ്മൾ കുറച്ച് വലുതായി കഴിയുമ്പോൾ, നമ്മുടെ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അതിനെ ഇംപ്രവൈസ് ചെയ്യും, അതിനെ റീലേൺ ചെയ്യും. പിന്നീട് കുറേ കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ അറിവുകളൊന്നും പ്രസക്തമല്ല, അത് നമുക്ക് ഗുണം ചെയ്യുന്നില്ല, പകരം ദോഷമാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിനെ ഒഴിവാക്കും. ഇതിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു വന്നിട്ടുള്ളത്. ഇനി എന്തുകൊണ്ടാണ് ഇത് പ്രസക്തമാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഈ ലോകം ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ കരിയർ ആയിക്കോട്ടെ, നമ്മുടെ റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ, നമ്മുടെ സൗഹൃദങ്ങളായിക്കോട്ടെ, എല്ലാം മാറിക്കൊണ്ടിരിക്കും. ഇന്നുള്ളതുപോലെ ആയിരിക്കില്ല നാളെ. അപ്പോൾ ഇന്നത്തെ അറിവ് കൊണ്ട് നമുക്ക് നാളെ സർവൈവ് ചെയ്യാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ശരികൾ ചിലപ്പോൾ നാളെ ശരികളാവണം എന്നില്ല. നമുക്ക് ഇന്ന് റെലവൻ്റായി തോന്നുന്നത് പലതും നാളെ ഇറലവൻ്റ് ആയേക്കാം. അങ്ങനെ ആയാൽ പല കാര്യങ്ങളെയും റെലവൻ്റായി കാണുന്ന ഒരു മെജോറിറ്റി സമൂഹത്തിന് മുന്നിൽ നമ്മൾ ഇറലവൻ്റ് ആയിപ്പോകും. അങ്ങനെ ആവാതിരിക്കാൻ നമ്മൾ എല്ലാ ദിവസവും ലേൺ ചെയ്യണം, റീലേൺ ചെയ്യണം, അൺലേൺ ചെയ്യണം. എൻ്റെ 25 വയസ്സ് വരെ ലൈഫിൽ പ്രതീക്ഷിച്ചതും പ്രതീക്ഷിച്ചതിനപ്പുറവും പ്രതീക്ഷിക്കാത്തതുമായി പല കാര്യങ്ങളും എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. എൻ്റേത് മാത്രമല്ല, നമുക്കെല്ലാവർക്കും പറയാനൊരു വലിയ കഥയുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ കഥയും ഒട്ടും ചെറുതല്ല. അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരുപക്ഷെ എനിക്കറിയാതെ പോയതാവാം, പല അറിവുകളും നമ്മൾ അൺലേൺ ചെയ്യണം. നമ്മുടെ പല ശരികളും നമ്മുടെ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് ശരികളല്ലാതെ ആവും. നമ്മൾ മാറണം, മാറിയേ തീരൂ.